അങ്ങനെ പിറ്റേന്ന് പ്രഭാതം ഞാൻ ഉണർന്നെണീറ്റ പാടെ തന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതാണ് കാഴ്ച. ഒസാക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും മറ്റും എല്ലാം ഇവിടെ കാണുന്നത്. ബിൽഡിങ്സ് എല്ലാം വളരെ ഒരേ ഒരു രീതിയിലുള്ള, അതായത് വലിപ്പം വല്ലാതെ ഇല്ലാതെ ഒരേ രീതിയിലുള്ള ബിൽഡിംഗാണ് അധികം നമുക്കവിടെ കാണുക. ഇവിടെ ഞാൻ രാവിലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ, അതായത് ഞാൻ നിൽക്കുന്ന ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സഹയാത്രികളുടെ കൂടെ വീണ്ടും യാത്ര തുടർന്നു. ഇതെല്ലാമാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ. എല്ലാ ബിൽഡിങ്ങും നിങ്ങളിവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ളതായിരിക്കാം. ഇതിനുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ സ്ഥിരം ഭൂമികുലുക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ഓരോ 20 കൊല്ലമാകുമ്പോഴും അല്ലെങ്കിൽ ഒരു 15 കൊല്ലമാകുമ്പോൾ, മാക്സിമം 20 കൊല്ലമാണ്, ആ ബിൽഡിംഗ് അങ്ങനെ പൊളിച്ച് കളയും. എന്നിട്ടൊരു പുതിയ ബിൽഡിംഗ് അവിടെ പണിയും. അതായത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ ഭൂമികുലുക്കത്തെ തടയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാം വെച്ച് പുതിയൊരു ബിൽഡിംഗ് നമ്മളവിടെ കിട്ടും. അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരാൾ നായുമായി വന്നിരുന്ന് അവിടെ നടക്കാനൊക്കെ വേണ്ടി വരുന്നതും മറ്റുമൊക്കെ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്, ഒരു ബുദ്ധക്ഷേത്രം. കിയോമിസു ദേര എന്നാണ് ആ ബുദ്ധക്ഷേത്രത്തിൻ്റെ പേര്. അവിടേക്കുള്ള പാതയാണിത്. പോകുന്ന വഴിയിലെല്ലാം 2 ഭാഗത്തായിട്ടും നിറയെ കടകളാണ്. ഇതിലൂടെ വണ്ടി പോവില്ല, നമ്മൾ നടന്നു പോകണം. എല്ലാ കടകൾക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മുഖച്ഛായുള്ള രീതിയിലാണ് ഇവിടെ സുവനീർ ഷോപ്പുകളും മറ്റും എല്ലാം ഇവിടെ നിരന്നു നിൽക്കുന്നത്. നിറയെ ആളുകളാണ് ഇവിടെ വരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെറി ബ്ലോസം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ജപ്പാനിൽ ആൾക്കാർ വളരെ വരുന്നൊരു സമയമാണ്. അതായത് ജപ്പാൻ്റെ പല ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ വേറെ ചൈന, കൊറിയ, നമ്മുടെ ഇന്ത്യ, അല്ലെങ്കിൽ വേറെ പല ഭാഗത്തിൽ നിന്നും ഇവിടെ ആൾക്കാർ കുറേ എത്തുന്നൊരു സമയമാണിത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. കിയോമിസു ദേര എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ക്ഷേത്രത്തിൻ്റെ മുന്നിലെ കവാടമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ കിയോമിസു ദേര എന്ന് പറഞ്ഞാൽ ശുദ്ധവെള്ളത്തിൻ്റെ ക്ഷേത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പ്യുവർ വാട്ടർ ടെമ്പിൾ. ഇത് 778 സെഞ്ച്വറിയിൽ പണിതീർത്ത ഒരു ക്ഷേത്രമാണ്. യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ആയുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് ഇവിടെ. ഈ മുന്നിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഗേറ്റ് 15ാം സെഞ്ച്വറിയിൽ തന്നെ പണിതീർത്തതുമാണത്. ഇതെല്ലാം ഇവിടെ മുന്നിലുള്ള ഓരോരോ രൂപങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നു. ഇതാണ് പാത. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ. മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ചെറി ബ്ലോസത്തിൻ്റെ ഒരു കാഴ്ച. അവിടെ എല്ലായിടത്തും ഇപ്പോൾ ചെറി ബ്ലോസത്തിൻ്റെ ഒരു സമയമാണ്. ബാക്കിയുള്ള സഹയാത്രികളും പല സ്ഥലത്തേക്കുമായിട്ട് പലരും പല സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കലും ഇതൊക്കെയായിട്ട് അടുത്തന്നെ ഉണ്ട്. അങ്ങനെ വീണ്ടും അവിടെ വേറൊരു സ്ഥലത്തേക്ക് ഞാനിങ്ങനെ ഇറങ്ങിപ്പോയി. ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സെന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ, അതായത് ഒരു തനിമയാർന്ന ശരിക്കുമുള്ള ജപ്പാനീസ് വേഷം ധരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അവരാരും ജപ്പാനീസ് ആയിരിക്കണമെന്നില്ല, ചൈനീസോ അല്ലെങ്കിൽ കൊറിയനോ ഒക്കെ ആയിരിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഒന്ന് ഇടുന്ന ഡ്രസ്സാണ് ഇപ്പോൾ അത്. പക്ഷേ ഇപ്പോൾ ജപ്പാനിൽ ആരും അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നില്ല. ഇതെല്ലാമാണ് അതിൻ്റെ മേൽക്കൂര. ഇത് ഒക്കെ കാണിച്ചിരിക്കുന്നത്. ഈ മേൽക്കൂരയെല്ലാം ബാംബൂവിനെ കൊണ്ട് തന്നെ പണിതിരിക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ഒരു സവിശേഷത. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ ആണ് ക്ഷേത്രത്തിൻ്റെ. ഇതാണ് മറ്റൊരു കൗതുകം, അല്ലെങ്കിൽ കൗതുകമാർന്ന ഒരു കാഴ്ച ഈ ക്ഷേത്രത്തിൽ. പ്രാർത്ഥിക്കാൻ വേണ്ടിയും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും എല്ലാം കൂടി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും ഈ ക്ഷേത്രം.
ഇവിടെ ചെരുപ്പെല്ലാം അഴിച്ചു വെച്ച് പോകുന്നവരുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക്. ചെറിയൊരു പാലം കടന്ന് നമ്മൾ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. അതും ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെ. ഇതൊരു വലിയൊരു സ്ഥലമാണ് ക്ഷേത്രം. ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അത് നടന്നു പോകുന്ന വഴി തന്നെ നല്ല രസകരമാണ്. ഞങ്ങളുടെ കൂടത്തിലുള്ള സംഘത്തിലെ പലരും ഇവിടെ എത്തി ഫോട്ടോ എടുക്കുന്നു. ഇതൊരു ബുദ്ധപ്രതിമയാണ്, അവിടുത്തെ അവരാരാധിക്കുന്ന ബുദ്ധൻ. ഇവിടെയുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ബുദ്ധൻ്റെ പ്രതിമകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് പാലത്തിൻ്റെ അക്കരെ നിന്നുള്ള ഒരു കാഴ്ച. ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം നിങ്ങൾ കണ്ടല്ലോ. ആ കാണുന്നത് ബാംബുവിനെ കൊണ്ട് വളരെ ഭംഗിയായി നെയ്ത് തീർത്ത ഒരു മേൽക്കൂരയാണത്. ക്ഷേത്രങ്ങൾ മിക്ക എണ്ണത്തിൻ്റെയും ഒരു രൂപം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോഴും ഈ ബുദ്ധക്ഷേത്രങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു മേൽക്കൂരയും ഒരു രീതികളുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങളങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചെത്തി പാതയിലൂടെ നടക്കുകയാണ്. വിദേശീയരും സ്വദേശീയരും ഒക്കെയായി ഇവിടെ നല്ല തിരക്കാണ്. പോകുന്ന വഴി ഇങ്ങനെ ആളുകൾ പുരാതന ഡ്രസ്സ് ഇട്ട് ഇതിലൂടെ നടന്നു പോകുന്ന കാണാം. ഞങ്ങളോട് ഗൈഡ് പറഞ്ഞത് ഇങ്ങനത്തെ ഡ്രസ്സ് ഇപ്പോൾ ഒരു ജപ്പാനീസും ഇടുന്നില്ല, ഇതിപ്പം അധികം ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് എന്നാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്രയായി. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് ഇന്ന് ജപ്പാനിൽ. എവിടെയും കാണാവുന്ന ഒരു കാഴ്ച ഈ ചെറി ബ്ലോസമാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായിട്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണിത്. റെസ്റ്റോറൻറ്റ് ഉള്ളിലൊരു മാളും കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങേണ്ടവർക്ക് വാങ്ങാം. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഈ പടി കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. ജസ്റ്റ് ജോയ് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വൈവിധ്യമാർന്ന ഭക്ഷണം തന്നെയാണ്. അതും തനി ജപ്പാനീസ് ഭക്ഷണമാണ്. ഈ ജപ്പാനീസ് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവർ എല്ലാ ഭക്ഷണത്തിലും നമ്മുടെ കടലിൻ്റെ അടിയിൽ കിടക്കുന്ന പുറ്റുണ്ട്, അതായത് സീവീഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, അതുവരെ ചേർക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മത്തിയുടെ വെള്ളം അല്ലെങ്കിൽ മത്തി കഴുകിയ വെള്ളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു രുചിയാണ്. അതവർ ചായയിലും എല്ലാത്തിലും ഉപയോഗിക്കും. പക്ഷേ അത് വെജിറ്റേറിയൻ സാധനമാണ്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതുപോലെ വണ്ടിയിൽ തള്ളിക്കൊണ്ട് ആൾക്കാരെയും കൊണ്ട് പോകുന്ന ആൾക്കാരെ കാണാം. ഞങ്ങളങ്ങനെ ഇനി നടന്നു പോകുന്നത് ബാംബു ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ്. ഇതും ചെറി ബ്ലോസത്തിൻ്റെ വേറൊരു നിറമാണെന്ന് മാത്രം. ചെറി ബ്ലോസത്തിൻ്റെ തന്നെ കാണുന്ന വെള്ളയും പിങ്കും ഒക്കെ ആയിട്ടുള്ള ചെറി ബ്ലോസംസ് ഉണ്ട്. ചെറുതായിട്ട് മഴ ചാർന്നുണ്ട്, എങ്കിലും ഞങ്ങൾ നടത്തം തുടർന്നു. ഇതാണ് ബാംബു ഫോറസ്റ്റ്. ഇതിവിടെ നിറച്ച് ഈ ബാംബുവിൻ്റെ മരങ്ങളും മറ്റുമാണ് കാണാനുള്ളത്. ബാംബൂസിനെ കൊണ്ട് നിറഞ്ഞൊരു ഫോറസ്റ്റ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ ക്ഷേത്രങ്ങളും മറ്റും ഒക്കെയുണ്ട്. ഞങ്ങളിവിടെ നിന്നിരുന്ന സമയത്ത്, അതായത് വേറൊരു ഭാഗത്ത് ചെറിയൊരു ഭൂചലനം കൂടി നടന്നിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ബാധിക്കപ്പെട്ടില്ല. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ചിലർ ഡൊണേഷനായിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടു. കാരണം അവിടെ ഭൂചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോൾ തന്നെ അവർക്ക് വേണ്ടിയുള്ള സഹായത്തിനുമായിട്ട് ഗവൺമെൻറ്റും മറ്റും ആളുകൾ പുറത്തേക്ക് ഇറങ്ങും. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. ഞങ്ങളുടെ കൂടെ വന്നവർ ഓരോരുത്തരായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ മണി കിലുക്കുന്നു. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച ശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി.
പുറത്തേക്ക് ഇറങ്ങി ഞാൻ പാതയിലേക്ക് എത്തുമ്പോൾ ഇതാണ് കാഴ്ച. ഒരു നീണ്ട പാലമാണ്. ഇത് പഴയ കാലത്ത് കൺസ്ട്രക്ട് ചെയ്ത ഒരു പാലമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരുവോരത്തിലേക്ക് ഇറങ്ങി നടത്തം തുടർന്നു. ഇരുഭാഗത്തും നിറയെ സുവനീർ ഷോപ്പുകളും മറ്റുമാണ് കാണാനുള്ള കാഴ്ച. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വേറൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്കാണ്. ഇത് ഷിൻഡോ ഷ്രൈൻ ടോക്കിയോ എന്ന് പറയും. ഷ്രൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭാഷയിൽ ക്ഷേത്രം എന്നാണ്. ഇത് ക്ഷേത്രം ശരിക്കും പണിതത് അല്ലെങ്കിൽ പണിയിച്ചത് മെയ്ജി എന്ന് പറഞ്ഞ എംപററും ഷോക്കൻ എന്ന് പറഞ്ഞ എംപ്രസും കൂടി അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത്, അതായത് അവർക്ക് വേണ്ടി പണി ചെയ്യിപ്പിച്ച ക്ഷേത്രമാണ്. നേരത്തെ കണ്ട ആ ഒരു രൂപമെല്ലാം ഇവിടുത്തെ കാവൽക്കാരാണെന്നാണ് ഇവരുടെ പ്രതീകം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ നേരത്തെ കണ്ട രൂപമെല്ലാം ഒരു മെസ്സഞ്ചറായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ ഈശ്വരനിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മെസ്സഞ്ചർ. നമുക്ക് അവരോട് കാര്യം പറയാം, അവർ ഈശ്വരനിലേക്ക് എത്തിക്കും എന്നൊരു പ്രതീകമാണ് അവരവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം നല്ലൊരു സക്സസ്സിന് വേണ്ടിയിട്ടും അരിഭക്ഷണങ്ങൾ, അതായത് ഭക്ഷണത്തിന് ഈ മുന്നോട്ടേക്കുള്ള നല്ല സക്സസ്സിന് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയുള്ളൊരു ക്ഷേത്രമാണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഞങ്ങൾ നടന്നു വരുമ്പോൾ ഒരു റെയിൽവേ പാളം മുറിച്ച് ഞങ്ങളിങ്ങനെ കടന്നു. ഞാനവിടെ കുറച്ച് നേരം നിന്നപ്പോൾ ഒരു ട്രെയിൻ അതിലൂടെ പോയി. ഇതാണ് ജപ്പാനിലെ ഒരു പുരാതന ട്രെയിൻ. ഇതെല്ലാം ഇവിടുത്തെ ചെറിയ ചെറിയ കിയോസ്കുകളാണ്, ജ്യൂസും മറ്റും എല്ലാം കിട്ടുന്ന. അങ്ങനെ വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടർന്നു. ക്യോട്ടോയിൽ നിന്നും തിരിച്ച് ഒസാക്കയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണത്തിനായിട്ട് വീണ്ടും ഒരു ഹോട്ടലിലേക്കാണ് എത്തിയിരിക്കുന്നത്, റെസ്റ്റോറൻറ്റിലേക്ക്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ റെസ്റ്റോറൻറ്റ്സ്, ശരിക്കും പറഞ്ഞാൽ ഒരു മാള്, അത് കുറേ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു മാളാണ്. അതിലൂടെ നടന്ന് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ എത്താൻ പോകുന്നത്. പല ടൈപ്പ് റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. ഇന്ന് രാത്രി ഞങ്ങൾ കഴിക്കുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇന്ത്യൻ ഫുഡാണ് ഞങ്ങളിന്ന് രാത്രി കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ എല്ലാം ഷൂട്ടിംഗ് എടുത്തു. അങ്ങനെ ഞാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. റൊട്ടി, ചിക്കൻ അങ്ങനത്തെ എല്ലാം ഉണ്ട്.